ഈ കേരളം മനസ്സിലാക്കണമെന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഇടതുപക്ഷമല്ല, അവർ അങ്ങേയറ്റത്തെ തീവ്ര വലതുപക്ഷത്തായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തൊഴിൽ സമരം സെറ്റിൽ ചെയ്യാതെ പോകുന്നത്. ഇന്നും ഇടതുപക്ഷ വിശ്വാസികളായ ആളുകൾ, ചെങ്കൊടിയെ ഹൃദയത്തിലേറ്റിയ ആളുകൾ ഇപ്പോഴും ഇവർ ഇടതുപക്ഷ സർക്കാരാണെന്ന് വിശ്വസിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് മനുഷ്യർ നാട്ടിലുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയണം, ഇത് അദാനിയുടെ സർക്കാരാണ്. നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി സഖാവ് MA ബിന്ദു ആണ്. അവർ കേരളമൊട്ടാകെ രാപ്പകൽ സമര യാത്രയുമായി ബന്ധപ്പെട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമര നിമിഷത്തിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. ശ്രീമതി ബിന്ദുവിന് നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ ആശാ വർക്കർമാരുടെ സമരം 57 ശേഷമുള്ള സമര ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സമരമാണ്. പക്ഷെ അത് ഒരു പരിസമാപ്തിയിൽ എത്താൻ സാധിച്ചിട്ടില്ല. ഭരണ കേന്ദ്രങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം നിലപാട് സ്വീകരിക്കുന്നതായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ സമൂഹം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സമൂഹത്തിന്റെ വലിയ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെങ്ങനെ കൊണ്ടുപോയി അവസാനിപ്പിക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നമ്മള് തീർച്ചയായിട്ടും ഈ ഡിമാൻഡ് നേടിയെടുത്തുകൊണ്ടേ നമ്മള് സമരം അവസാനിപ്പിക്കത്തുള്ളൂ. ഒന്ന്, അതിന് പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ സാമ്പത്തിക ചൂഷണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആശാവർക്കർമാര്. സത്യത്തിൽ അത് പറയുകയാണെങ്കിൽ ഒരു വേതനവും വാങ്ങാതെയാണ് ഇത്രയും നാള് പണിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഇപ്പൊ നമുക്ക് നേടിയെടുത്തേ പറ്റത്തുള്ളൂ. അത്രത്തോളം പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടായപ്പോഴാണ് ഇത് നേടിയെടുത്തേ പിന്മാറത്തുള്ളൂ എന്ന് ഉറച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിയത്. മറ്റൊന്ന്, കേരള സമൂഹം നൽകുന്ന വളരെ വലിയൊരു പിന്തുണ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്രയേറെ ജനപിന്തുണ കിട്ടിയ ഒരു തൊഴിലാളി സമരം ഈ അടുത്ത സമയത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ കേരള സമൂഹം അത് വെറുതെ ഏറ്റെടുക്കുന്നില്ലല്ലോ. കേരളം വളരെ രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള ഒരു നാടാണ്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമരത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഈ സമരം വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ടാണ്. പിന്നെ സമരത്തിന് പല ഘട്ടങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ തുടർച്ചയായി സമരം നടത്തിക്കുന്നത് 109ാമത്തെ ദിവസമാണ്. നമ്മുടെ ഈ സമര യാത്ര തുടങ്ങിയിട്ട് 25ാമത്തെ ദിവസമായി. നമ്മൾ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ സമരമായിട്ട് മുന്നോട്ട് പോകും. സമരത്തിന് പല ഘട്ടങ്ങളും രീതികളും ഉണ്ട്. അത് തുടർന്ന് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യും. എന്തായാലും ജൂൺ 17-നാണ് ഈ യാത്ര അവസാനിക്കുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും. ഈ സമരം നമ്മൾ ദർശിക്കുമ്പോൾ ഈ സമരം നിങ്ങളുടെ സംഘടന ഒരു രാഷ്ട്രീയ താല്പര്യമുള്ള ഒരു സംഘടനയല്ല, സ്വതന്ത്ര സംഘടനയാണ്. അപ്പോൾ സ്വതന്ത്ര സംഘടന ഇത്രയധികം ഒരു സമരാവേശത്തിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളുടെ വലിയ സഹായത്തോടു കൂടിയുള്ള സമരങ്ങളാണ് വിജയിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു ഘട്ടം കൂടി നിലനിൽക്കുമ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വേണം ഈ സമരത്തെ മുന്നോട്ട് പോകുവാൻ. ആ വളരെ പ്രശസ്തമായിട്ടുള്ള പ്രസക്തിയുള്ള ആ വിഷയത്തെ എങ്ങനെ തരണം ചെയ്യും? നമ്മുടെ മുന്നിൽ നമുക്ക് മാതൃകയായി നിൽക്കുന്നത് കർഷക സമരമാണ്. കർഷക സമരം നടത്തിയത് കർഷകരുടെ സംഘടനകൾ, 200ഓളം സ്വതന്ത്ര സംഘടനകൾ ചേർന്നിട്ടാണ് അവിടെ അവരുടെ സംയുക്ത മോർച്ച ഉണ്ടാക്കിയിട്ട് അവർ സമരം നടത്തിയത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പിന്തുണച്ചു. പക്ഷെ പുറത്തുനിന്നാണ് പിന്തുണച്ചത്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നു, എല്ലാ ജനവിഭാഗങ്ങളും. പല ഘട്ടങ്ങളിലും നമ്മളും വിചാരിച്ചു ഇവർക്ക് പരാജയപ്പെട്ട് പോകേണ്ടി വരും. പക്ഷെ വിട്ടുവീഴ്ച ഇല്ലാതെ ആ ഡിമാൻഡ് നേടിയെടുക്കാൻ, എന്ത് തരത്തിലുള്ള പ്രതിസന്ധിയെ നേരിടാൻ നമുക്ക് മനുഷ്യന് കഴിയും എന്ന് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് 18 വയസ്സിലും 20 വയസ്സിലും രക്തസാക്ഷിയായ ആളുകളെ കുറിച്ചൊക്കെ പുസ്തകങ്ങളിലെ വായിച്ചിട്ടുള്ളൂ. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ കാണും 775 പേര് ഒരു വർഷത്തിനുള്ളിൽ ആ സമരഭൂമിയിൽ മരിച്ചു വീണു. എന്നിട്ട് അവർ ഒരു ഇഞ്ച് പോലും പിന്മാറിയില്ല. അടിയുറച്ചു നിന്നുകൊണ്ട് ആ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ആ സമരത്തിൽ അടിയുറച്ചു നിന്നത് നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രചോദനമാകുന്നത് ഇത് വെറുതെ വായിച്ചു വിടാനോ കണ്ടുവിടാനോ അല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അത് ഏറ്റെടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കർഷക സമരം ഞങ്ങൾക്ക് വലിയൊരു മാതൃകയാണ്. കേരളത്തിൽ ഇതിനോടകം തന്നെ എത്രയോ ജനകീയ സമരങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേരിട്ട് നേതൃത്വത്തിലല്ലാതെ അതല്ലാതെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി എത്രയോ സമരങ്ങൾ ഇതിനോടകം വിജയിച്ചിട്ടുണ്ട്, ജനകീയ സമരങ്ങൾ. ഞാൻ താങ്കളുടെ പ്രസംഗം കേട്ടു. പ്രസംഗത്തിൽ താങ്കൾ പരാമർശിക്കുന്നത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലതുപക്ഷ ഗവൺമെന്റാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് മുഖംമൂടിയുടെ അടിസ്ഥാനത്തിൽ കടന്നു വന്ന് വലതുപക്ഷ ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയുവാനുണ്ടായ കാരണം എന്താ? എന്ന് പറഞ്ഞാല് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സമരപക്ഷം എന്നാണത്. സമരപക്ഷം എന്നാണ്. അപ്പൊ ഒരു തൊഴിലാളികൾ സമരം ചെയ്യുന്നു, അതും സ്ത്രീ തൊഴിലാളികളാണ്. സ്ത്രീകൾക്ക് ഇത്രയും നാൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക, പൊതു ഇടങ്ങളിൽ ജീവിക്കുക, പൊതു സൗകര്യങ്ങൾ ഉപയോഗിക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരാൾക്ക് എത്ര ദിവസം കഴിയും അല്ലെ നമ്മുടെ സൗകര്യങ്ങളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഒക്കെ മാറി നിൽക്കാൻ വേണ്ടി? അപ്പോ ഈ സ്ത്രീ തൊഴിലാളികൾ സമരം നടത്തുമ്പോൾ വളരെ അനുഭവപൂർവ്വമാണ് സർക്കാർ പരിഗണിക്കേണ്ടത്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇത് തൊഴിലാളി സമരത്തോട് അദ്ദേഹം മുഖ്യമന്ത്രി 31ാമത്തെ ദിവസമാണ് ഈ സമരത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് സമരങ്ങളിലൂടെ എല്ലാം നേടിയെടുക്കാം എന്നുള്ള ഒരു
ഒരു അത്തരത്തിലൊരു സമീപനം നല്ലതല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം ഇനി ഉണ്ടായി വരുന്നത് നല്ലതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് പറയുന്നത് കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ്. ഈ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഇന്നും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് കേരളം സൃഷ്ടിക്കപ്പെട്ടത് സമരങ്ങളിലൂടെയാണ്. അത് നവോത്ഥാന മുന്നേറ്റങ്ങൾ, അതിനു മുമ്പ് ഇപ്പം കേരളത്തിൽ ആദ്യമായ ഒരു തൊഴിലാളി സംഘടന ഉണ്ടാക്കുന്നത് ഒരു പാർട്ടിയുടെയും ബേസിലല്ല. വാടപ്പുറം ബാവ എന്ന് പറയുന്ന ആലപ്പുഴയിലെ കയർ ഫാക്ടറി തൊഴിലാളിയാണ്. അദ്ദേഹം അന്ന് ഈ കയർ തൊഴിലാളികളുടെ ജീവിത ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു കയർ ഫാക്ടറി തൊഴിലാളിയായിരുന്നു. അദ്ദേഹം പോയി അന്ന് അഭിപ്രായം ആവശ്യപ്പെട്ട, അല്ലെങ്കിൽ അതിനൊരു എന്താണ് പരിഹാരം എന്ന് അദ്ദേഹം പോയി ചോദിച്ചത് ശ്രീനാരായണ ഗുരുവിനോടാണ്. ശ്രീനാരായണ ഗുരു പോയി തൊഴിലാളി സംഘം ഉണ്ടാക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനെ അതിന്റെ രൂപീകരണ യോഗത്തിലേക്ക് പറഞ്ഞു വിട്ടു, അതിന്റെ അധ്യക്ഷത വഹിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ അദ്ദേഹം ഏതെങ്കിലും പ്രത്യേക ഒരു യൂണിയന്റെ ആളൊന്നും അല്ലായിരുന്നു. പിന്നീട് ഇവിടെ യൂണിയനുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം എന്താണ് ശ്രീനാരായണ ഗുരുവിന് മുമ്പേ തന്നെ ഇവിടെ നവോത്ഥാന മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആലപ്പുഴയിലാണ്, എന്താണ് അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനും മൂക്കൂട്ടി ഇടാനും ഒക്കെ ആറാട്ടുപുഴ വേലായുധപ്പണിക്കര്. ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിന് മുമ്പ് മരിച്ച ആളാണ് ആറാട്ടുപുഴ വേലായുധപ്പണി. അങ്ങനെ ഉണ്ടായി വന്ന മുന്നേറ്റങ്ങൾ, ധാരാളം മുന്നേറ്റങ്ങൾ, പിന്നീട് വന്ന തൊഴിലാളി സമരങ്ങൾ, കർഷക തൊഴിലാളി സമരം എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യത്തൊഴിലാളികളുടെ സമരം, അവകാശങ്ങൾക്ക് വേണ്ടി ഈ ജീവൻ കൊടുത്ത് നടത്തിയ മുന്നേറ്റങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു മണ്ണിൽ നിന്ന് സമരങ്ങളിലൂടെ നേടാൻ പറ്റൂ എന്നൊരു ചിന്താഗതി ശരിയല്ല എന്ന് ഒരു ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രിക്ക് എങ്ങനെ പറയാം? അത് വലതുപക്ഷക്കാർ പോലും പറയത്തില്ലല്ലോ. ഇപ്പം കർണാടകത്തിൽ ആശാവർക്കർമാർ ജനുവരിയിൽ സമരം നടത്തി. 3ാമത്തെ ദിവസം അവരുടെ ആരോഗ്യമന്ത്രിയും ഹെൽത്ത് ഡയറക്ടറുടെ സമരപ്പന്തലിൽ ചെന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ചീഫ് മിനിസ്റ്ററായിട്ട് സംസാരിക്കണം, അദ്ദേഹം ഞങ്ങൾ വെക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ച് ഞങ്ങൾക്ക് രേഖാമൂലം ഉറപ്പാണ് ഞങ്ങൾ സമരം അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം 5ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ സമരക്കാരെ വിളിച്ചു, ചർച്ച ചെയ്തു. അദ്ദേഹത്തിന് അന്നേരം